വമൻ കാന മരീളൻ ഔ അലാ സഫർ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ. രോഗിയായ ആരെങ്കിലും ഉണ്ടെങ്കിൽ, യാത്രക്കാരായ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ, വേറെ ദിവസങ്ങളിൽ നിന്ന്, എത്ര ദിവസമാണോ രോഗത്തിന്റെ പേരിൽ നഷ്ടപ്പെട്ടു പോയത്, യാത്രയുടെ പേരിൽ നോമ്പ് നഷ്ടപ്പെട്ടു പോയത്, അത്രയും ദിവസം എണ്ണി മറ്റു മാസങ്ങളിൽ നിന്ന് ഖളാ വീട്ടിക്കൊള്ളട്ടെ. ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ. അപ്പൊ രണ്ട് കാര്യമാണ് ഇപ്പൊ നോമ്പ് ഒഴിവാക്കാൻ ഇവിടെ പറഞ്ഞത്. ഒന്ന് രോഗം, നോമ്പ് വിൽക്കാൻ പറ്റാത്ത രോഗം ഉണ്ടെങ്കിൽ, കരശലായ രോഗം ഉണ്ടെങ്കിൽ നോമ്പ് വിൽക്കണ്ട. രണ്ടാമത്തേത് യാത്രക്കാരനും നോമ്പ് നിൽക്കാതിരിക്കാം. പക്ഷെ അവരെന്നെ എന്ത് ചെയ്യണം? ഈ രോഗം മാറിയാൽ മാറാത്തവൻ മുദ്ദു കൊടുക്കണം, മാറുന്ന പ്രതീക്ഷ അല്ലാത്തവൻ മാറിക്കഴിഞ്ഞാൽ ഖളാ വീട്ടണം. യാത്രക്കാരൻ യാത്ര അല്ലാത്ത സമയത്ത് അത് ഖളാ വീട്ടണം. ഈ യാത്രക്കാരന് നോമ്പ് ഉപേക്ഷിക്കാമെന്നിടത്ത് ഒരു കൺഫ്യൂഷൻ ചിലർക്കൊക്കെ വരാറുണ്ട്. യാത്രയുടെ പേരിൽ നോമ്പ് ഉപേക്ഷിക്കുക എന്ന സംഗതി ഇസ്ലാം അനുവദിച്ചതല്ലേ എന്ന് കരുതിയിട്ട് ഉച്ചക്ക് യാത്ര തുടങ്ങിയാലും നോമ്പ് ഉപേക്ഷിക്കും. അത് പറ്റൂല. സുബഹിയുടെ മുമ്പ് യാത്ര തുടങ്ങിയവനെ അന്നത്തെ ദിവസത്തെ നോമ്പ് യാത്രയുടെ പേരിൽ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സുബഹിയുടെ മുമ്പ് യാത്ര തുടങ്ങാം.